നിലത്ത് നിൽക്കാൻ നേരമില്ലാതെ ജോലിത്തിരക്കുള്ള സമയമാ. ആ സമയത്ത് മാറി നിന്നാൽ ശരിയാവില്ല. ഇന്ദ്ര, നീ എന്തോന്നും പറയാത്തെ? ഞാനൊരു ആവശ്യം പറഞ്ഞിട്ട് ആർക്കും അത് സാധിച്ചു തരാൻ പറ്റില്ലേ? ഞാൻ കൊണ്ടുപോവാം. അമ്മയ്ക്ക് എവിടെയാ പോണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു. ആ, അതൊക്കെ ഞാൻ വഴിയെ പറയാം. നിനക്കിനി പോകാൻ സത്യം പറഞ്ഞ പോലെ വല്ല മുഹൂർത്തവും നോക്കണോ, അതോ ഇനിയും വേറെ ആരുടെയെങ്കിലും സമ്മതം വാങ്ങണോ? അങ്ങനെയൊന്നുമില്ല. അമ്മയ്ക്ക് ഇനി നാളെ പോകണമെന്നാണെങ്കിൽ നാളെ തന്നെ പോവാം. ഒരു കുഴപ്പമില്ല. എന്താ പോരെ? ആ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാം. അമ്മ ഇരിക്ക്. ആ, വിളമ്പ്. വേണ്ട. ഭാനുമേ, ഭാനുമേ, രഘു, എടാ രഘു, എഴുന്നേക്കടാ. എത്ര മണിയെന്നറിയോ? രഘു, എഴുന്നേക്ക്, എഴുന്നേക്ക്. സമയം എത്രയെന്നും വല്ല പിടിയണ്ട. എഴുന്നേറ്റ്. എഴുന്നേറ്റിട്ട് എന്തിനാ? എനിക്ക് ഇപ്പൊ മനസ്സമാധാനം കിട്ടുന്ന ഉറങ്ങുമ്പോ മാത്രം. ഓ എടാ, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുക. നീ എഴുന്നേറ്റ് മുഖമൊക്കെ എഴുത്. എഴുന്നേക്ക്. ആ വാ. എന്റെ അങ്കിള് ചെല്ല്, ഞാൻ കുറച്ചുകൂടെ ഒന്ന് കിടക്കാം. വേണ്ട വേണ്ട, മതി. നീ എഴുന്നേക്ക്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. എടാ, നിന്നോടാ എനിക്ക് പറയാനുള്ളത്. എഴുന്നേക്കടാ. വാ, എഴുന്നേക്ക്. എഴുന്നേക്കടാ. ഒങ്ങ്. ആ, എഴുന്നേക്ക്. ആ വാ, ചെല്ല്. എഴുന്നേറ്റ് പോയി ഫ്രഷ് ആവ്. ഇവന് വെയിറ്റും കൂടിയാ. ചെല്ല്, പോയി ഫ്രഷ് ആയിട്ട് വാ, വിളിച്ച്. ഒരു മനുഷ്യന് എങ്ങനെ സമ്മതിക്കാൻ പറ്റും? ഇവന് എന്തിന്റെ അസുഖം? ഈ റൂമിന്റെ ഒരു അവസ്ഥ ഉണ്ട്. ആരോട് പറയാം? അതിന്റെ അപ്പുറത്തെ രണ്ടും കൂടി. ആ വലിച്ചോ. ഒരെണ്ണം കൂടി പറിച്ചു. ആരാ ഇത്? ഇത് പിടിച്ചേ. ബാനമ്മേ, ഇവിടെ അടുത്ത അമ്പലത്തിൽ വന്നതാ. അപ്പൊ പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അത് നന്നായി. പിന്നെ എന്തൊക്കെയാ ഭാനുമ വിശേഷങ്ങള്? ഓ, എനിക്ക് എന്ത് വിശേഷമാ മാഷേ. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അമ്പിളിയും ചീരും ഒക്കെ ഇവിടെ ഇല്ലേ? ഉണ്ട്. കുഞ്ഞുങ്ങളെ ഉറക്കം പറ്റുമെന്ന് തോന്നുന്നു. ഭാനുമ അധികല്ലേ, ബാ. ഞങ്ങൾ ഈ മാങ്ങയൊക്കെ ഒന്ന് പറിക്കാം. വെറുതെ കിളി ഒത്തു പോയിക്കൊണ്ടിരിക്കും. ഇക്കൊല്ലം മാങ്ങയും കുറവാ. ഇരിക്കു ഭാനുമേ. രഘു വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഭാനുമേ? ഉണ്ട്. ഇപ്പൊ ഏതായാലും സ്ഥിരമായി വീട്ടിൽ വരുന്നുണ്ട്. ഭാനുവും ആ വീട്ടിലുള്ളതാ എന്റെ ആകെ ആശ്വാസം. രഘുവിന്റെ കാര്യങ്ങളൊക്കെ ഭാനുമ കൃത്യമായിട്ട് നോക്കൂന്ന് എനിക്കറിയാം. രഘു എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാ.
അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിലേ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ മാഷെ. ആഹാ ഭാനുമ്മേ എപ്പ എത്തി? ആ ഞാൻ ദാ വന്നതേ ഉള്ളൂ. അമ്പലത്തിൽ വന്നപ്പോഴേ നിങ്ങളെയൊക്കെ ഒന്ന് കാണാന്ന് കരുതി കേറിയതാ. നന്നായി. ഞാനേ ഭാനുമ്മയ്ക്ക് ചായ എടുക്കാം. അയ്യോ ഇപ്പൊ വേണ്ട മോളെ, ഒന്നും വേണ്ട. അല്ല അമ്പിളിയെ കണ്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ട് ഭാനുവമ്മേ. നീ എന്താ മോളെ വീട്ടിലേക്ക് വരാത്തത്? എത്ര നാളെന്ന് വെച്ചാ നീയും രഘു ഇങ്ങനെ രണ്ടു വീട്ടിൽ കഴിയുന്നത്?